നമ്മളങ്ങനെ ചാപ്റ്റർ 2 രണ്ടാമത്തെ ലെസണിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഡോ തിയറി എന്താണ്? ഓക്കെ, അപ്പോൾ ഡോ എന്ന സയൻറ്റിസ്റ്റ്, അതായത് ചാൾസ് ഡോ എന്ന അമേരിക്കൻ ജേർണലിസ്റ്റാണ് ഈ ഒരു ഡോ തിയറി 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചത്. അപ്പം അദ്ദേഹം ഒരു ടെക്നിക്കൽ അനാലിസിസിൻ്റെ ബേസിക്സ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഫാദർ എന്നാണ് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ടെക്നിക്കൽ അനാലിസിസ് ആണ് ചാൾസ് ഡോ. ഓക്കെ, അപ്പം ഈ ഒരു ഡോ തിയറിയിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു തന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പം ദ മാർക്കറ്റ് ക്യാൻ ബി വ്യൂഡ് ഇൻ 3 phases: അക്യുമുലേഷൻ, മാർക്കപ്പ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. അതായത് മാർക്കറ്റ് 3 ഫേസസിലാണ് നമ്മുടെ ചാർട്ട് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതൊക്കെയാണ്? അക്യുമുലേഷൻ ഫേസ്, മാർക്കപ്പ് ഫേസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. ഇങ്ങനെ 3 ഫേസസിലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇനി നമ്മൾ താഴോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് കാണാൻ സാധിക്കും ദ അക്യുമുലേഷൻ ഫേസ് ഈസ് വെൻ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്മാർട്ട് മണി എൻ്റർ ദ മാർക്കറ്റ്. അക്യുമുലേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വലിയ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്മാർട്ട് മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടൈം ഡ്യൂറേഷനെയാണ് അതിൻ്റെ അക്യുമുലേഷൻ ഫേസ് എന്ന് പറയുന്നത്. അതിനുശേഷം മാർക്കപ്പ് ഫേസ് ഈസ് വെൻ ട്രേഡേഴ്സ് മേക്ക് ആൻ എൻട്രി. മാർക്കപ്പ് ഫേസ്, അതായത് നമ്മുടെ അക്യുമുലേഷൻ ഫേസ് കഴിഞ്ഞ ഉടനെ തന്നെ മാർക്കപ്പ് ഫേസിലേക്ക് വരും. അപ്പം അവിടെയാണ് ട്രേഡേഴ്സ് എൻട്രി എടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ട്രേഡേഴ്സും എൻട്രി എടുത്തതിന് ശേഷം എന്താണ്? സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോകും. അതിനുശേഷം ഫൈനൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഫൈനൽ ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ഇസ് വെൻ ദ ലാർജ് പബ്ലിക് എൻ്റർ ദ മാർക്കറ്റ്. അപ്പം സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോയി, അങ്ങനെ മുകളിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും പതുക്കെ പബ്ലിക് ആ ഒരു സ്റ്റോക്കിലേക്ക് വരും. അപ്പം ആ ഒരു വലിയ ഇൻവെസ്റ്റേഴ്സ് കുറേ സ്റ്റോക്സൊക്കെ പതിയെ അവർ വിറ്റ് അവർ പ്രോഫിറ്റ് എടുക്കും. അതുപോലെ തന്നെ ട്രേഡേഴ്സും അതിന് മുമ്പായിട്ട് തന്നെ ട്രേഡേഴ്സും എക്സിറ്റ് ആവും. ഓക്കെ, അപ്പം പബ്ലിക്കിൻ്റെ കയ്യിലേക്ക് അത് ആ ഒരു സ്റ്റോക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറയുന്നത്. അതായത് നമുക്കിവിടെ ചെറിയൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് പ്രൈസ് ഒരു താഴെയായിരിക്കും, നല്ല ഒരു ലോ ലെവലിലായിരിക്കും കിടക്കുന്നത്. അവിടെ ഒരുപാട് സ്റ്റോക്സ് അവൈലബിൾ ആയിരിക്കും, ഒരുപാട് ക്വാണ്ടിറ്റി അവൈലബിൾ ആയിരിക്കും വളരെ ചെറിയ ഒരു വിലയ്ക്ക്. അതിനുശേഷം എന്താണ് ചെയ്യുന്നത്? നല്ല വലിയ ഇൻവെസ്റ്റേഴ്സ് ആ ഒരു കമ്പനിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് അതിൻ്റെ അത് പതിയെ എൻട്രി എടുക്കും. ആ എൻട്രി എടുക്കുന്നത് ഒരുപക്ഷെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകത്തില്ല, റീറ്റെയിലേഴ്സിനോ അല്ലെങ്കിൽ പബ്ലിക്കിനോ ഒന്നും മനസ്സിലാകത്തില്ല. അവർ 1-2 ദിവസം കൊണ്ടല്ല, കുറേ ദിവസങ്ങൾ കൊണ്ട് കുറേശ്ശെ ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് അവർ വാങ്ങിച്ചു വെക്കും. അതിനുശേഷം ആ പ്രൈസ് പതുക്കെ മുകളിലേക്ക് പോകും. അപ്പം മുകളിലേക്ക് പോകുന്ന എന്താണ്? മുകളിലേക്ക് പോകുന്ന അനുസരിച്ച് അത് ട്രേഡേഴ്സ് അവിടെ എൻട്രി എടുക്കും. അതുപോലെ തന്നെ അത് മുകളിലേക്ക് പോകുന്ന അനുസരിച്ച് അത് ആ ഒരു സ്റ്റോക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യും ലാർജ് പബ്ലിക്കിന്. അപ്പോൾ ലാർജ് പബ്ലിക്കിന് എന്താണ്? നമുക്ക് റീറ്റെയിലേഴ്സിന് കുറേശ്ശെയായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പം ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം ഇപ്പം ഇവരും പ്രോഫിറ്റിലാണ്, ഈ ഒരു സ്മാർട്ട് മണി ഇൻവെസ്റ്റ് ചെയ്തവരും ഇവിടെ ഈ ഒരു ട്രേഡേഴ്സും ഇതിനിടയ്ക്ക് നിന്ന ട്രേഡേഴ്സും അവരും പ്രോഫിറ്റിലാണ്. അപ്പം ഇതിന് ഇനി താഴോട്ട് വരുന്ന ഈ ഒരു പബ്ലിക് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സാണ് ഇവിടെ ഒരു ലോസിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, അതിനുശേഷം ഇത് പ്രൈസ് താഴോട്ട് വരും. താഴോട്ട് വന്നതിന് ശേഷം വീണ്ടും എന്താണ്? അക്യുമുലേഷൻ ഫേസ് വീണ്ടും വരും. അതിനുശേഷം ഇത് മുകളിലേക്ക് പോകും. അതിനുശേഷം വീണ്ടും ഡിസ്ട്രിബ്യൂഷൻ ഫേസ് വരും, അക്യുമുലേഷൻ ഫേസ് വരും, മുകളിലേക്ക് പോകും, വീണ്ടും ഡിസ്ട്രിബ്യൂഷൻ വരും. അപ്പം ഇങ്ങനെ ഒരു പാറ്റേൺ റിപ്പീറ്റഡ് ആയിട്ടൊരു സൈക്കിളാണ് നടക്കുന്നത് എന്നാണ് ഡോ എന്ന സയൻറ്റിസ്റ്റ് ടെക്നിക്കൽ അനാലിസിസിൽ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നത്. അപ്പം ഏകദേശം ആ ഒരു ഡോ തിയറി നമുക്ക് നമ്മുടെ മാർക്കറ്റിലും ചാർട്ടിലും കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അദ്ദേഹം ഇതിവിടെ ഒരു ചാർട്ടിൽ കാണിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് വരുമായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വില കുറഞ്ഞ് നിൽക്കുന്ന ടൈമിൽ എന്താണ്? ക്വാളിറ്റി സ്റ്റോക്സിലാണെങ്കിൽ വലിയ ഇൻവെസ്റ്റേഴ്സ് എൻട്രി എടുക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രൈസ് കുറച്ച് മുകളിലേക്കും താഴോട്ടുമൊക്കെ പോയി ഇങ്ങനെ മുകളിലേക്കും താഴോട്ട് പോയൊക്കെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവർ പതുക്കെ ആഡ് ചെയ്ത് അവരുടെ കയ്യിൽ വലിയൊരു ക്വാണ്ടിറ്റി കയ്യിൽ വെക്കും. അതിനുശേഷം എന്താണ്? അപ്പം അവിടെ ഡിമാൻഡ് കൂടും. അപ്പോൾ അവിടെ എന്താണ്? കുറേ സ്റ്റോക്ക് ഇങ്ങനെ വാങ്ങിച്ച് വരുമ്പോഴത്തേനും റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാതാകുന്നതനുസരിച്ച് അവർ വാങ്ങുന്നതനുസരിച്ച് പതുക്കെ പ്രൈസ് മുകളിലേക്ക് പോകും. അപ്പോൾ പതുക്കെ എന്താണ്? ട്രേഡേഴ്സ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യും. ട്രേഡേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇങ്ങനെയുള്ള പോയിൻറ്റ്സിൽ ട്രേഡേഴ്സ് എൻട്രി എടുക്കും. ഓക്കെ, ഇങ്ങനെയുള്ള പോയിൻറ്റ്സിൽ ട്രേഡേഴ്സ് എൻട്രി എടുക്കും. ട്രേഡേഴ്സ് എൻട്രി എടുത്തതിന് ശേഷം വീണ്ടും ട്രേഡേഴ്സ് എൻട്രി എടുക്കുമ്പോഴും അതിൻ്റെ ഡിമാൻഡ് കൂടുവാണ്, വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകും. ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പം ചില ട്രേഡേഴ്സ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇത്രയും ഉള്ള മൂവ്മെൻറ്റ് എടുത്ത് എക്സിറ്റ് ആവും. ചിലവരെന്താണ്? ആ ഒരു താഴെ എൻട്രി എടുത്ത ആ ഒരു
കുറേ ക്വാണ്ടിറ്റി ചിലപ്പോൾ ഈ ഒരു റീജിയണിൽ അവർ ബുക്ക് ചെയ്യാം, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഇത് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ വീണ്ടും ട്രേഡേഴ്സ് എൻട്രി എടുക്കും. ഓക്കെ, അതിനുശേഷം വീണ്ടും മുകളിലേക്ക് പോകും. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് പ്രൈസ് മുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും സ്റ്റോക്ക് പ്രൈസ് ഇങ്ങനെ ഒരു റീജിയണിൽ ഇങ്ങനെ മുകളിലേക്കും താഴോട്ടും പോകാൻ തുടങ്ങും. അപ്പോൾ അവിടെ പതുക്കെ വലിയ ഇൻവെസ്റ്റേഴ്സ് പതിയെ അവിടെ സെല്ലിങ് തുടങ്ങും. അവർ സെല്ല് ചെയ്ത് അവിടെ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. സ്റ്റോക്ക് വളരെ സപ്ലൈ ഇഷ്ടം പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകാൻ തുടങ്ങും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വീണ്ടും ആ ഒരു സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് വരും. അപ്പോൾ താഴോട്ട് വരുമ്പോൾ എന്താണ്, അവിടെ വീണ്ടും പ്രൈസ് പതുക്കെ താഴോട്ട് വരും. അവിടെ റീറ്റെയിലേഴ്സ് വീണ്ടും എൻട്രി എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതിനുശേഷം വീണ്ടും താഴെ എത്തുന്ന സിറ്റുവേഷനിൽ വീണ്ടും അക്യുമുലേഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം വീണ്ടും മാർക്കപ്പ് ഫേസ്, ട്രേഡേഴ്സ് എൻട്രി എടുക്കും. അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. അപ്പം ഒരിക്കലും എക്സാക്റ്റായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേഷൻ വന്നിട്ട് ഇങ്ങനെ മാർക്കപ്പ് ഫേസ്, അതിനുശേഷം വീണ്ടും ഡിസ്ട്രിബ്യൂഷനിലേക്ക് വന്നിട്ട് ഇങ്ങനെ വീണ്ടും മാർക്ക് ഡൗണ്, വീണ്ടും അക്യുമുലേഷൻ, ഇങ്ങനെയല്ല. ഇങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും എളുപ്പമായിരുന്നു, എല്ലാവർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു. നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ചാർട്ട് ഓപ്പൺ ആക്കുമ്പം നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. നമ്മൾ ഒരുപക്ഷെ ഒരു ഡൗൺ ട്രെൻഡ് കഴിഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള ഒരു അക്യുമുലേഷൻ ഫേസ് നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു അക്യുമുലേഷൻ ഫേസ് നടക്കുന്നത്. അതിനുശേഷം വീണ്ടും കുറച്ചൊക്കെ താഴോട്ട് വന്നിട്ട് വീണ്ടും അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യും. അതായത് അപ് ട്രെൻഡ് മുമ്പോട്ട് പോകുമ്പോഴത്തേനും പറയും മാർക്കപ്പ് ഫേസ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം വീണ്ടും ഒരു അക്യുമുലേഷൻ, അതിനുശേഷം വീണ്ടും ഒരു ഡിസ്ട്രിബ്യൂഷനിലേക്ക് ചെല്ലും. അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ നടക്കും. അതിനുശേഷം വീണ്ടും ഒരു ഡൗൺ ട്രെൻഡ് മാർക്ക് ഡൗൺ ഫേസ്, അതിനുശേഷം വീണ്ടും ഇത് മുകളിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചാർട്ടൊക്കെ ആയിരിക്കും നമുക്ക് ചാർട്ടിൽ കിട്ടുന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് എക്സാക്റ്റായിട്ട് ഇങ്ങനെ തന്നെ കിട്ടുവാണെങ്കിൽ നല്ല എളുപ്പമാണ്. ട്രേഡേഴ്സിന് ഇങ്ങനെയുള്ള റീജിയണിൽ എൻട്രി എടുക്കുക, ഇങ്ങനെയുള്ള റീജിയണിൽ പബ്ലിക് എൻട്രി എടുക്കും. അതുമല്ല ഇത് വീണ്ടും പ്രൈസ് ആയിട്ട് വരും. അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ അത്ര സിമ്പിളായിട്ട് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് ഈ എല്ലാ ഫേസും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ഫേസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ഡോ തിയറിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ എന്താണ്, നമ്മൾ എപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്ന ടേം എന്താണ്, അപ് ട്രെൻഡ് എന്നാണ്. അപ്പം മാർക്കപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡോ തിയറിയിലെ ആ ഒരു ടേം, അതിന് നമുക്ക് അപ് ട്രെൻഡ് എന്ന് വിളിക്കാം. മാർക്കപ്പ് എന്ന് പറഞ്ഞത് സെയിം ആണ് അപ് ട്രെൻഡ്. ഓക്കെ, ഇനി മാർക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ ഡൗൺ ട്രെൻഡ് എന്ന് പറയാം. അതായത് മുകളിലേക്ക് പോകുന്നതിനെ മാർക്ക് അപ്പ് എന്നും അതിനുശേഷം താഴോട്ട് വരുമ്പോൾ അതിനെ എന്താണ് മാർക്ക് ഡൗണും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ ഡൗൺ ട്രെൻഡ് എന്നും ഇതിനെ അപ് ട്രെൻഡ് എന്നും പറയാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ അക്യുമുലേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫേസ്, ഇതിന് നമുക്ക് സൈഡ് വേസ് ട്രെൻഡ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് 3 ട്രെൻഡ് കിട്ടും. 1 അപ് ട്രെൻഡ്, 2 ഡൗൺ ട്രെൻഡ്, 3 സൈഡ് വേസ് ട്രെൻഡ്. അപ്പം നമുക്ക് എങ്ങനെയാണ് അപ് ട്രെൻഡ് വരുന്നത്, മാർക്കപ്പ് പോലെ അപ് ട്രെൻഡ് കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. അതിനുശേഷം സൈഡ് വേസ് എന്ന് പറയുന്നത് ഇങ്ങനെ, അതായത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നതിനെ സൈഡ് വേസ് എന്ന് പറയും. അതിനുശേഷം വീണ്ടും പ്രൈസ് താഴോട്ട് വരുന്നതിന് ഡൗൺ ട്രെൻഡ് എന്ന് പറയും. വീണ്ടും ഇവിടെ ഇങ്ങനെ വരുന്നതിനെ നമ്മൾ അക്യുമുലേഷൻ അല്ലെങ്കിൽ സൈഡ് വേസ് ട്രെൻഡ് എന്ന് പറയും. അതിനുശേഷം വീണ്ടും അപ് ട്രെൻഡ് എന്ന് പറയും. അതിനുശേഷം വീണ്ടും ഒരു സൈഡ് വേസ് ട്രെൻഡ് എന്ന് പറയും. അതിനുശേഷം വീണ്ടും ഒരു അപ് ട്രെൻഡ്, വീണ്ടും ഒരു ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ടേംസ് മനസ്സിലാക്കുക. ഓക്കെ, അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇവിടെ നമ്മൾ അപ് ട്രെൻഡിൻ്റെ ഒരു ഫിഗർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ് ട്രെൻഡ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അപ് ട്രെൻഡ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, സ്റ്റോക്ക് മാർക്കപ്പ് അല്ലെങ്കിൽ അപ് ട്രെൻഡിൽ പോകുന്ന സമയത്ത് സ്റ്റോക്ക് മുകളിലേക്ക് പതുക്കെ പ്രൈസ് മുകളിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇത്രയും മുകളിൽ പോയി സ്റ്റോക്കിൻ്റെ പ്രൈസ്. അതിനുശേഷം ഈ ഒരു പ്രൈസ് കുറച്ച് പേര് അതിൻ്റെ അകത്ത് പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്യും. അപ്പോൾ പ്രൈസ് കുറച്ച് താഴോട്ട് വരും. അപ്പം ഈ ഒരു താഴോട്ട് വരുന്ന സമയത്ത് ഇത് കണ്ടോ, ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഈ ഒരു റീജിയണിലേക്കൊന്നും വന്നിട്ടില്ല. കുറച്ച് താഴോട്ട് വന്നിട്ട് അവിടെ നിന്ന് വീണ്ടും അടുത്ത മൂവ്മെൻറ്റ് തരുവാണ്. അപ്പോൾ ഇവിടെ ഹയ്യർ ഹൈ ഹയ്യർ ലോ, ഈ ഒരു ലോയിനേക്കാളും മുകളിലായിരിക്കും ഈ ഒരു ഹയ്യർ ലോ വരുന്നത്. അതിനുശേഷം വീണ്ടും ഇത് മുകളിലേക്ക് പോകുമ്പോഴത്തേനും ഈ ഉണ്ടായ ഹയ്യർ ഹൈയിനേക്കാളും മുകളിലായിരിക്കും അടുത്ത ഹയ്യർ ഹൈ വരുന്നത്. ഓക്കെ, അപ്പം ഇതിന് മുകളിൽ ഇത് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, ഈ ഒരു ലെവലിന് മുകളിൽ പോകുന്നുണ്ടെങ്കിൽ അത് വീണ്ടും അപ് ട്രെൻഡിലാണെന്ന് പറയാം. അപ്പോൾ ഇനി താഴോട്ട് വരുമ്പോൾ എങ്ങനെയാണ്, ഇത് താഴോട്ട് വരുമ്പോഴത്തേനും വീണ്ടും ഈ ഒരു ഹയ്യർ ലോയിലേക്ക് വരത്തില്ല, അതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് വീണ്ടും റിവേഴ്സലായിട്ട് മുകളിലേക്ക് പോകും. അപ്പം ഈ ഒരു ലോയിനേക്കാളും മുകളിലായിരിക്കും അടുത്ത ലോ, ഹയ്യർ ലോ. അപ്പം ഇതിന് ഹയ്യർ ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മുകളിലെത്തി. അപ്പോൾ പ്രൈസ് എങ്ങനെയാണ് പതുക്കെ ഒരു
മുകളിലേക്ക് പോയി, അതിനുശേഷം കുറച്ച് താഴോട്ട് വന്നു, വീണ്ടും മുകളിലേക്ക് പോയി, പിന്നെ കുറച്ച് താഴോട്ട് വന്നു, വീണ്ടും മുകളിലേക്ക് പോയി. അപ്പോൾ അങ്ങനെയുള്ള മൊമെൻറ്റിനെ നമുക്ക് അപ് ട്രെൻഡിലാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് അപ് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഈ ഒരു മെത്തേഡിലാണ്. പിന്നെ സൈഡ് വേസ് ട്രെൻഡ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറച്ച് താഴോട്ട് വന്നു, ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം കുറച്ച് മുകളിലേക്ക് പോയി. അപ്പോൾ മുകളിലേക്ക് പോകുമ്പം ആദ്യമേ മുകളിലേക്ക് പോയ ആ ഒരു ലെവൽ വരെ തന്നെ പോയിട്ട് വീണ്ടും തിരിച്ചു വരുവാണ്. അപ്പം കണ്ടോ, വീണ്ടും ആ താഴെ വന്ന ആ ഒരു ലെവൽ വരെ വന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ മുകളിലത്തെ ആ ലെവൽ വരെ വന്നിട്ട് വീണ്ടും താഴോട്ട് വരുവാണ്. അപ്പം ഒരു 300 നിന്ന് 350 പോയി, എന്നിട്ട് 350 നിന്ന് 300 വന്നു, വീണ്ടും 310 നിന്ന് 340 പോയി, 340 നിന്ന് 300 വന്നു. അപ്പോൾ അങ്ങനെ ആ മുകളിലേക്കും താഴോട്ടും അത് 1-2 ദിവസം കൊണ്ട് വരുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെ പോകുന്ന ആ ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ സൈഡ് വേസ് ട്രെൻഡ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ അക്യുമുലേഷൻ്റെ അത് വരുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഇത് ഏത് സ്റ്റേജാണ്? നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജാണ്. കാരണം എന്താണ്? ഒരു അപ് ട്രെൻഡിന് ശേഷം ഒരു സൈഡ് വേസ് മാർക്കറ്റ്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു ഡിസ്ട്രിബ്യൂഷനാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂഷന് ശേഷം എന്താണ് വരുന്നത്? മാർക്ക് ഡൗൺ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ്. ഇവിടെ ഡൗൺ ട്രെൻഡ് പ്രത്യേകത എന്താണ്? നമ്മൾ ഇവിടെ നിന്ന് ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നോട്ട് ചെയ്തിട്ടില്ല. ഇവിടെ എന്താണ്? ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. അതായത് ഈ ഒരു ലോയിനേക്കാളും താഴെ അടുത്ത ലോ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതെന്താണ്? ലോവർ ലോ. അതിനുശേഷം വീണ്ടും കുറച്ച് മുകളിലേക്ക് പോയി. അപ്പോൾ ഇവിടെ എന്താണ്? ഈ ഒരു ഹൈ വരെ എത്തിയില്ല. അപ്പോൾ ഇവിടെ എന്താണ്? ലോവർ ഹൈ ആയിപ്പോയി. ഈ ഒരു ഹൈ വരെ എത്താത്തതുകൊണ്ട് അത് ലോവർ ഹൈ ആയിപ്പോയി. അതിനുശേഷം വീണ്ടും അത് താഴോട്ട് വരുവാണ്. ഇത് താഴോട്ട് വരുമ്പോൾ എന്താണ്? അത് ഈ ഒരു സ്വിങ് വലുതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ അപ് ട്രെൻഡ് നേരെ ഓപ്പോസിറ്റാണ്. അപ് ട്രെൻഡ് തിരിച്ചു വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വരും ഡൗൺ ട്രെൻഡ്. അപ്പോൾ ഇവിടെ എന്താണ്? ഈ ഒരു ലോവർ ലോയിനേക്കാളും താഴെ പോയിട്ടുണ്ട്. ഈ ഒരു ലോവർ ലോയിനേക്കാളും താഴെയാണ് മാർക്കറ്റ് പോയത്. അവിടെ പോയാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തത്. അപ്പോൾ അതിനെ എന്താണ്? വീണ്ടും ലോവർ ലോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് എന്താണ്? ഡൗൺ ട്രെൻഡിലാണ്. വീണ്ടും ഇത് മുകളിലേക്ക് പോയി. ബട്ട് ഇവിടെ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു റീജിയനിൽ സപ്പോർട്ട് എടുത്ത് താഴോട്ട് വരുവാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഈ ഒരു ലോവർ ഹൈയിലേക്ക് വന്നിട്ടില്ല. ഓക്കെ, അപ്പം ഇത് കവർ ചെയ്ത് കഴിഞ്ഞാലാണ് ട്രെൻഡ് മാറി എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അവിടെ വീണ്ടും താഴോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ലോവർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്ത് പോരുന്നത്. അപ്പോൾ ഇത് വീണ്ടും ഡൗൺ ട്രെൻഡിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഒരു സ്റ്റോക്ക് ഇങ്ങനെ പോയിട്ട് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിട്ട് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം വീണ്ടും ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിനെ നമുക്ക് പറയാം ഇതൊരു അപ് ട്രെൻഡിലാണ് എന്ന്. അപ്പം ഇനി ഒരു സൈഡ് വേസ് ആണെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ലോ ക്രിയേറ്റ് ചെയ്തു, ആ സെയിം ഹൈ ക്രിയേറ്റ് ചെയ്തു, ഏകദേശം സെയിം ലോ ക്രിയേറ്റ് ചെയ്തു, സെയിം ഹൈ ക്രിയേറ്റ് ചെയ്തു, സെയിം ഹൈ വീണ്ടും ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിനെ എന്താണ് പറയുന്നത്? ഇത് ഒരു സൈഡ് വേസ് മാർക്കറ്റാണ് എന്ന് പറയാൻ സാധിക്കും. ഒരു സൈഡ് വേസ് മാർക്കറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് ഡൗൺ ട്രെൻഡ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? സ്റ്റോക്ക് താഴോട്ട് വന്നു, വീണ്ടും കുറച്ച് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ഹൈയുടെ കാലം താഴെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും താഴോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ എന്താണ്? ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ഈ ഒരു ലോയ്ക്ക് താഴെ പോയി. ഓക്കെ, അതിനുശേഷം വീണ്ടും ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഈ ഒരു ഹൈക്ക് താഴെ വീണ്ടും പോയി. ഓക്കെ, വീണ്ടും ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ആണ് തന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഈക്വൽ ഹൈസ് ക്രിയേറ്റ് ചെയ്തു, ഈക്വൽ ലോസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതെന്താണ്? മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ നിന്ന് സൈഡ് വേസിലേക്ക് മാറി. അതിനുശേഷം പതുക്കെ വീണ്ടും ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂസ് ചെയ്തു. അതിനുശേഷം ഇത് പതുക്കെ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് തന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ഇത് പതുക്കെ ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു അപ് ട്രെൻഡ് എങ്ങനെയാണ് മൂവ് ചെയ്തത്? ഈ ഒരു ഹൈക്ക് മുകളിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇവിടെ വീണ്ടും ഇങ്ങനെ മുകളിലേക്ക് ഹൈ ക്രിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് വീണ്ടും അപ് ട്രെൻഡിലായി എന്ന് പറയാം. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഒന്നും കൂടെ നോക്കുകയാണെങ്കിൽ ഇതെന്താണ്? അപ് ട്രെൻഡ്. ഇതെന്താണ്? സൈഡ് വേസ് ട്രെൻഡ്. ഇതെന്താണ്? ഡൗൺ ട്രെൻഡ്. സൈഡ് വേസ് ട്രെൻഡ്. വീണ്ടും അപ് ട്രെൻഡിലേക്ക് പോയി. ഓക്കെ, അതിനുശേഷം എന്താണ്? ചെറിയ രീതിയിൽ സൈഡ് വേസ് വന്നിട്ട് വീണ്ടും ഡൗൺ ട്രെൻഡിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ നോക്കി നമ്മൾ സ്റ്റോക്ക് അപ് ട്രെൻഡിലാണോ സൈഡ് വേസിലാണോ പോകുന്നതെന്ന് നോക്കുക. ഇത് ഡൗൺ ട്രെൻഡിൽ ഇങ്ങനെയാണുള്ള മൂവ്മെൻറ്റ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു ട്രെൻഡ്
കണ്ടിന്യൂസ് ആയിട്ട് മുമ്പോട്ട് പോകും, അതിനുശേഷം അതിന് ചേഞ്ച്മെൻറ്റ് വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. അപ്പോൾ ഡോ തിയറിയിൽ എന്താണ് പറയുന്നത്, നമുക്ക് സ്റ്റോക്ക് ഇങ്ങനെയുള്ള കൺസോൾട്ടേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അക്യുമുലേഷൻ നടക്കുന്ന സമയത്ത് അത് നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള റീജിയണിൽ വലിയ ഇൻവെസ്റ്റേഴ്സ് എൻട്രി എടുത്തതിന് ശേഷം, സ്മാർട്ട് മണി ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റോക്ക് പതുക്കെ മുകളിലേക്ക് വന്ന് ഇത് കണ്ടോ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ് തരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വീണ്ടും ആ ഒരു സൈഡ് വേസിൽ നിന്ന് വീണ്ടും അപ് ട്രെൻഡിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ഇങ്ങനെയുള്ള സ്വിങ്സ് ആണ് ക്യാപ്ചർ ചെയ്യുന്നത്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള സ്വിങ്ങിൽ നമ്മൾ എക്സിറ്റ് ആവും, വീണ്ടും ഒരു കൺസോൾട്ടേഷൻ ശേഷം വീണ്ടും ഇത് മുകളിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എൻട്രി എടുത്ത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എക്സിറ്റ് ആവും. ബാക്കിയുള്ള ഈ ഒരു സൈഡ് വേസ് മാർക്കറ്റിലും അല്ലെങ്കിൽ ഈ ഒരു ഡൗൺ ട്രെൻഡിലും ഒന്നും ഒരു സ്വിംഗ് ട്രേഡറിന് ആ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബന്ധവും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ചാർട്ടിൽ പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ റെയിൻ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു റീജിയനിൽ ഏകദേശം 2007-2008 സ്റ്റാർട്ട് ചെയ്തത്. ഏറ്റവും വലിയ കംപ്ലീറ്റ് ആയിട്ടുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2007 തൊട്ട് ഇപ്പോൾ 2023 വരെയുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 2010, 15, 20. അപ്പം നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇതെന്താണ്, ഏത് ഫേസാണ്, ഒരു അക്യുമുലേഷൻ ഫേസാണ് അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് മാർക്കറ്റാണ്. ഈ ഒരു റീജിയനിൽ നമുക്ക് എൻട്രി ഉണ്ടോ? ഇല്ല, നമുക്ക് എൻട്രി ഇല്ല. നമുക്ക് ഇത് എപ്പോഴാണോ ഇതിൻ്റെ പുറത്തേട്ട് വരുന്നത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് വളരെ വലിയൊരു അക്യുമുലേഷൻ ഫേസ് ആയിപ്പോയി. ഏകദേശം ഒരു 8-9 വർഷം ആ ഒരു സ്റ്റോക്ക് അക്യുമുലേഷൻ ഫേസിലായിരുന്നു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഒരു കമ്പനി നല്ല രീതിയിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ട് നല്ല റിപ്പോർട്ട്സും കൂടെ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് പോകാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇത് കണ്ടോ, ഈ ഒരു അക്യുമുലേഷൻ ഫേസ് അല്ലെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം മാർക്കപ്പ് ഫേസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മാർക്കപ്പ് ഫേസിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് തന്നത്. ഓക്കെ, അതായത് വെറും ഒരു 50 റീജിയണിൽ നിന്നൊക്കെ ഈ ഒരു 50 എന്ന പ്രൈസിൽ നിന്ന് ഏകദേശം 350 എന്ന പ്രൈസിലേക്ക് അതിമനോഹരമായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള റാലിയാണ് തന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു മാർക്കപ്പ് ഫേസിലാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത്. ഒരു സ്വിംഗ് ട്രേഡറിന് എൻട്രി എടുക്കേണ്ടത് ഏതാണ്? ഇങ്ങനെയുള്ള മാർക്കപ്പ് ഫേസിലാണ് എൻട്രി എടുക്കേണ്ടത്. ഓക്കെ, ഇനി മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസ് കാണാൻ സാധിച്ചോ? ഇല്ല. കാരണം എന്താണ്, ഇത് മുകളിൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഡോ തിയറിയുടെ ഓരോ കാര്യങ്ങളും നമുക്ക് സ്റ്റോക്ക് ചാർട്ടിൽ കാണാൻ സാധിക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ അത്രയും എക്സാക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുകയാണെങ്കിൽ എല്ലാവർക്കും വളരെ സിമ്പിളായിരുന്നു ട്രേഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു റീജിയണിൽ എൻട്രി എടുത്തവർ പതുക്കെ ഈ ഒരു മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും അവർ പതുക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ആയി. അപ്പം ഈ ഒരു മുകളിൽ ചെന്നതിന് ശേഷം ഈ ഒരു സ്റ്റോക്ക് വീണ്ടും മാർക്ക് ഡൗൺ ഫേസിലേക്ക് വന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എൻട്രി എടുക്കണോ? ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഒരിക്കലും എൻട്രി എടുക്കത്തില്ല. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇതുണ്ടോ ഹയർ ഹൈ അപ് ട്രെൻഡിലാണ് പോകുന്നത് ഇത്. ഓക്കെ, ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്, ഇത് ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത്, ഇതുണ്ടോ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ താഴോട്ടാണ് പോരുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ വീണ്ടും ഇത് അപ് ട്രെൻഡിലേക്ക് വന്നു, കണ്ടോ. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് നെക്സ്റ്റ് എൻട്രി ഈ ഒരു റീജിയനിലാണ് വരുന്നത്, ഏകദേശം ഈ ഒരു റീജിയനിൽ നമുക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതിമനോഹരമായിട്ടുള്ള ഇത്രയും ഒരു റാലി കിട്ടി. അതിനുശേഷം വീണ്ടും എന്താണ്, ഇത് ഡൗൺ ട്രെൻഡിലേക്ക് പോയി. അപ്പം ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കുക. നമ്മൾ അപ് ട്രെൻഡിൽ വരുന്ന സ്റ്റോക്കിൽ മാത്രം ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഈ ഒരു അപ് ട്രെൻഡിലായിരിക്കും നമ്മുടെ എൻട്രി വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 2 റീജിയനിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ എൻട്രി എടുക്കാവുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള ഇങ്ങനെയുള്ള ഈ താഴോട്ട് വരുമ്പോഴത്തേനും ഈ ഒരു ക്വാളിറ്റി സ്റ്റോക്സ് വാങ്ങി വെക്കുന്നത് ആരാണ്? ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് എടുത്താണ് ചോളമണ്ഡലം ഫിനാൻസ്. അപ്പം ഇവിടെയും നമ്മൾ വലിയൊരു വ്യൂ ആണ് എടുത്തിരിക്കുന്നത്. 2002, 2003 തൊട്ട് 2023 വരെയുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു 2003 തൊട്ട് 2015 വരെ ആ ഒരു സ്റ്റോക്ക് ഏകദേശം ഒരേ റീജിയനിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എൻട്രി ഒന്നുമില്ല. ഓക്കെ, അതിനുശേഷം ഇത് പതുക്കെ അപ് ട്രെൻഡിലേക്ക് വരാൻ തുടങ്ങി. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് നല്ല റീജിയൻസ് നോക്കി ഇങ്ങനെയുള്ള സ്വിങ്സ് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും അവിടെ നിന്ന് അതൊരു പതിയെ ഒരു സൈഡ് വേസ് മാർക്കറ്റിലേക്ക് പോയി ഈക്വൽ ആയിട്ടുള്ള ഹൈയും ഈക്വൽ ആയിട്ടുള്ള ലോയും ക്രിയേറ്റ് ചെയ്ത് കൊറോണയുടെ ക്രാഷ് ഉണ്ടായി. അതിനുശേഷം വീണ്ടും അത് അപ് ട്രെൻഡിലേക്ക് പോയി. ഇത് കണ്ടോ, ഹയർ ഹൈ ഹയർ ലോ
ഹയ്യർ ഹൈ, ഹയ്യർ ലോ, ഹയ്യർ ഹൈ, ഹയ്യർ ലോ, ഹയ്യർ ഹൈ, ഹയ്യർ ലോ, വീണ്ടും ഇത് കണ്ടോ, ഹയ്യർ ഹൈ, ഹയ്യർ ലോ. അപ്പം ഇവിടെ ഈ ഒരു ലോയ്ക്ക് താഴെ ഈ അടുത്ത ലോ വരുന്നില്ല, അതിന് മുകളിലാണ് അടുത്ത ലോ വരുന്നത്, അതിന് മുകളിലാണ് അടുത്ത ലോ വരുന്നത്, അതിന് മുകളിലാണ് അടുത്ത ലോ വരുന്നത്. അതുപോലെ തന്നെ ഹൈ എങ്ങനെയാണ്, ഹൈ അതിന് മുകളിലാണ് അടുത്ത ഹൈ, അതിന് മുകളിലാണ് അടുത്ത ഹൈ, ഇതിന് മുകളിലാണ് അടുത്ത ഹൈ. അപ്പോൾ ഇതിനെന്താണ് പറയുന്നത്, ഈ ഒരു ഫേസിന് നമ്മൾ അപ് ട്രെൻഡ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഫേസിലാണ് ട്രേഡേഴ്സ് എൻട്രി എടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ട്രേഡേഴ്സ് എവിടെയാണ്, സ്വിംഗ് ട്രേഡേഴ്സ് എവിടെയാണ് എൻട്രി എടുക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ 3 ഫേസ് ഉണ്ട് മാർക്കറ്റിലെങ്കിൽ നമ്മൾ അപ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്കിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ഒരു സ്റ്റോക്കും കൂടെ എടുത്തിട്ടുണ്ട്. ഏതാണ്, VBL, വരുൺ ബിവറേജസ് ലിമിറ്റഡ്. 2017 തൊട്ടുള്ള സ്റ്റോക്കാണ്, ഒരു ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു റീജിയനിൽ പതുക്കെ 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 അത് മുകളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പം അതിനുശേഷം ഇവിടെ എന്താണ്, പതുക്കെ ആ പ്രൈസ് കുറച്ച് താഴോട്ട് വന്നു, അവിടെ വീണ്ടും ഇൻവെസ്റ്റേഴ്സ് എൻട്രി എടുത്തു. അതിനുശേഷം ഇത് കണ്ടിന്യൂസ് ആയിട്ട് അപ് ട്രെൻഡിൽ പോകുന്നു. കണ്ടോ, അതിമനോഹരമായിട്ട്. അപ്പം ഇവിടെയൊക്കെ എൻട്രി എടുത്തവർ കുറച്ച് പേരൊക്കെ ഈ ഒരു റീജിയനിൽ കുറച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എക്സിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ എക്സാക്റ്റ് ആയിട്ട് ഡോ തിയറി പോലെയുള്ള ചാർട്ട്സ് ഒരിക്കലും കിട്ടത്തില്ല. ചില ചാർട്ടിൽ മാത്രമാണ് എക്സാക്റ്റ് ആയിട്ട് ഡോ തിയറി പറയുന്ന രീതിയിൽ ആ സൈക്കിളായിട്ട് കിട്ടത്തുള്ളൂ. അതായത് ഒരു അപ് ട്രെൻഡിന് ശേഷം ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസ്, അതിനുശേഷം ഡൗൺ ട്രെൻഡ് എക്സാക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇവിടെ എന്താണ്, ക്ലിയർ ആയിട്ടുള്ള അപ് ട്രെൻഡാണ് മൂവ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ക്ലിയർ ആയിട്ട്. ഇങ്ങനെയുള്ള ചെറിയ കറക്ഷൻസിൽ താഴെ എൻട്രി എടുത്തവരൊക്കെ കുറച്ച് ഈ ഒരു റീജിയനിലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അവർ എക്സിറ്റ് ആവും, വീണ്ടും അതിൻ്റെ അകത്ത് വീണ്ടും ട്രേഡേഴ്സ് എൻട്രി എടുക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കുന്നവർ, ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവർ അവിടെ എൻട്രി എടുക്കും. വീണ്ടും സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു സ്റ്റോക്ക് എങ്ങനെയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു സ്റ്റോക്ക് ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡാണ്. അപ്പം നമുക്ക് ട്രേഡേഴ്സിന് ഏതിൻ്റെ അകത്താണ്, അപ് ട്രെൻഡാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ് ട്രെൻഡിൽ എന്താണ്, അപ് ട്രെൻഡിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് വലിയ ഇൻവെസ്റ്റേഴ്സ് നല്ല രീതിയിൽ എൻട്രി എടുത്തു കഴിയുമ്പോഴാണ് അവിടെ ഡിമാൻഡ് ജനറേറ്റ് ചെയ്യുന്നത്, പ്രൈസ് മുകളിലേക്ക് പോകാൻ തുടങ്ങുന്നത്. പ്രൈസ് മുകളിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് വോളിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേനും പതുക്കെ മനസ്സിലാവും. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇന്ന പ്രൈസിലാണ് അവർ എൻട്രി എടുത്തതെന്നൊന്നും. പക്ഷേ പ്രൈസ് മൂവ് ചെയ്യുന്ന കാണുമ്പോഴത്തേനും നമുക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ്ങോടെ ആണെങ്കിൽ അതിൻ്റെ പുറകിൽ വലിയ ഇൻവെസ്റ്റേഴ്സ് എൻട്രി എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം വലിയ ഇൻവെസ്റ്റേഴ്സ് അത് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഒരു ലോങ് ടൈമിലേക്ക് അത് ഹോൾഡ് ചെയ്യും. ഓക്കെ, നമ്മൾ ട്രേഡേഴ്സ് എന്താണ്, അതിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഇടയ്ക്കൊന്ന് കയറിയിട്ട് അത്യാവശ്യം ഒരു പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ എക്സിറ്റ് ആവും. ഓക്കെ, വീണ്ടും അതിൻ്റെ അകത്ത് ഒരു കറക്ഷനിൽ വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ അകത്ത് ആ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കും. ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അല്ലാതെ നമ്മൾ താഴോട്ട് വരുന്ന പ്രൈസിൽ നമ്മൾ ബൈ ചെയ്ത് താഴോട്ട് പോരുമൊന്നുമല്ല. എപ്പോഴെങ്കിലും മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞ് നമ്മൾ മുകളിലേക്ക് എക്സാക്റ്റ് ആയിട്ട് പോയി കണ്ടതിന് ശേഷം ഇങ്ങനെ മുകളിലേക്ക് പോകാൻ തുടങ്ങി, ഒരു സ്റ്റോക്ക് ഇങ്ങനെ നിന്നിട്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കിൽ ആ എൻട്രി എങ്ങനെയാണ് എടുക്കുന്നത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും പഠിക്കും. ഇങ്ങനെയുള്ള ഫേസ് വരാൻ തുടങ്ങി കഴിയുമ്പം, അപ് ട്രെൻഡ് വരാൻ തുടങ്ങി കഴിയുമ്പം, അല്ലെങ്കിൽ മാർക്കപ്പ് ഫേസ് വരാൻ തുടങ്ങുമ്പം, അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ട്രേഡേഴ്സ് എൻട്രി എടുക്കുന്നത്. അതിനുശേഷം ഒരുപക്ഷെ ഇത് മുകളിലേക്ക് പോകാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് സൈഡിലേക്ക് പോകാം, സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് വീണ്ടും ഡൗൺ ട്രെൻഡിലേക്ക് വരാം. അത് നമ്മുടെ മണി മാനേജ്മെൻ്റ് ആണ് നമ്മുടെ ആ ഒരു പൊസിഷനെ നമ്മൾ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ.